വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഈ താറിനെ ഞങ്ങൾ കുട്ടപ്പനാക്കാൻ പോവാണ്. കോഴിക്കോടുള്ള ഞങ്ങൾ മലപ്പുറത്ത് പോയിട്ട് ഇവന് സെറാമിക് കോട്ടിങ് പിന്നെ ഗ്ലാസ് ലെയറിംഗ് ഒക്കെ ചെയ്യാൻ പോവാണ്. ഈ ഗ്ലാസ് ലെയറിംഗും സെറാമിക് കോട്ടിങ്ങും ചെയ്യുന്നതിന്റെ മെയിൻ കാര്യങ്ങൾ ആദ്യം ഗ്ലാസ് ലെയറിംഗ് പറയാം. ഈ ഗ്ലാസ് ലെയറിംഗ് ഒട്ടിക്കുമ്പോൾ ഈ തണുപ്പ് കുറച്ച് കൂടുതൽ വണ്ടീൻ്റെ ഉള്ളിലുണ്ടാവും. ഇങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഗ്ലാസ് ലെയറിംഗ് ഒട്ടിക്കുന്നത്. പിന്നെ ഈ സെറാമിക് കോട്ടിങ്, ഈ സെറാമിക് കോട്ടിങ് അടിച്ചിട്ടില്ലെങ്കിൽ ഈ സമ്മർ സീസണിലൊക്കെ ഈ ബ്ലാക്ക് കളർ ഡള്ളാവും. ബ്ലാക്ക് എന്നല്ല, കുറെ കളേഴ്സൊക്കെ ഡൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ സെറാമിക് കോട്ടിങ് അടിക്കുമ്പോൾ അത് അത്രക്ക് ഡള്ളാവില്ല. അപ്പൊ ഗൈസ്, ഇവിടുന്ന് 55 കിലോമീറ്റേഴ്സ് ഉണ്ട് ഞങ്ങളുടെ കാർ ഡീറ്റെയിലിംഗ് സെന്റർ. ആ കാർ ഡീറ്റെയിലിംഗ് സെന്ററിന്റെ പേരാണ് റൈഡ് ആൻഡ് ഷെയർ. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പൊ ഗൈസ്, ഞാൻ എന്റെ ബ്രദറിന്റെ കൂടെയാണ് പോകുന്നത്. അപ്പോ എന്റെ ബ്രദർ കാൽവിൻ എന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് റൈഡ് ആൻഡ് ഷെയറിലേക്ക് ഞാനും ഡാഡിയും കാൽവിനും ആണ് പോകുന്നത്. അപ്പൊ നമുക്ക് വണ്ടിന്റെ ഉള്ളിൽ കയറാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഞാനും സാവിനും പിന്നെ സാവിന്റെ ബ്രദർ കാൽവിനും കൂടിയാണ് യാത്ര. ഇവർ രണ്ടാളെയും കൊണ്ട് ഞാൻ കോഴിക്കോട് നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ മുക്കം അരീക്കോട് വഴി ഒതായി എടവണ്ണ വഴിയാണ് വണ്ടൂർ ഡീറ്റെയിലിംഗ് സെന്ററിലേക്ക് എത്തിയത്. വണ്ടൂർ ഈ ഡീറ്റെയിലിംഗ് സെന്റർ എനിക്ക് ഓൺലൈൻ വഴി കിട്ടിയ ഒരു ഫേസ്ബുക്കിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അവരായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ അവരിപ്പോ നമ്മളുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി. ഓക്കെ, ദൂരം കുറച്ച് കൂടുതലാണ് എങ്കിൽ കൂടി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എന്തോ ഒരു കാര്യം അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ വണ്ടി നമ്മൾ പറയുന്ന പോലെ ചെയ്തു തരാനുള്ള നമ്മുടെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇത്രയും ദൂരം പിടിച്ചത്. കോഴിക്കോട് സ്ഥലങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷെ മലപ്പുറം അതൊരു വൈബാണ്. ഫുഡ്, വണ്ടി, അത് മലപ്പുറമാണ്. കാരണം നമ്മള് മനസ്സ് മാത്രം നിറഞ്ഞാൽ പോരല്ലോ, പോക്കറ്റും കീറാൻ നോക്കണ്ടേ. അതാണ് മലപ്പുറം. കോഴിക്കോട് ഫുള്ള് എല്ലായിടത്തും, കേരളത്തിൽ ഒട്ടുമിക്ക എല്ലായിടത്തും 10 രൂപ ചായ കടി ആയിരുന്നപ്പോൾ അവിടെ 8 രൂപയായിരുന്നു. ഇപ്പൊ കോഴിക്കോടും ബാക്കി എല്ലാ സ്ഥലത്തും 12 രൂപയാക്കിയപ്പോൾ അവിടെ 10 രൂപയായിട്ടുള്ളൂ. അതേ ഒരു ഡിഫറൻസിയേഷൻ ഫുഡിൽ മാത്രമല്ല, അവരുടെ വെഹിക്കിൾസിന്റെ കാര്യത്തിലും അവിടുത്തെ സാധനങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഉണ്ട്. അതൊരു വ്യത്യാസം തന്നെയാണ് ഗൈസ്. നമുക്ക് എപ്പോഴും എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് മലപ്പുറം വേറൊരു വൈബാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ യാത്ര ചെന്ന് അവസാനിക്കുന്നത് വണ്ടൂര് റൈഡ് ആൻഡ് ഷൈൻ കാർ ഡീറ്റെയിലിംഗ് സെന്ററിലാണ്. അവരിപ്പോ അവിടെ പുതിയ ഷോറൂം തുടങ്ങിയാണ് ഡിസംബറിൽ. അപ്പോൾ നമ്മൾ അവരുടെ ഫസ്റ്റ് എന്താ പറയാ, ഒരു 10-ന്റെ ഉള്ളിൽ തന്നെ പറയാം, 10 അല്ലെങ്കിൽ 15 ഉള്ളിൽ തന്നെ ഒരു കസ്റ്റമർ ആണ്. അതുകൊണ്ട് നമുക്ക് അവർ ഓഫറൊക്കെ തന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം വെച്ച് പിടിച്ചത്. അപ്പോ ഇപ്പൊ നമ്മുടെ വണ്ടീന്റെ ബോണറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാലോ, പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. കുറെ സ്ക്രാച്ചസും ബേർഡ് ഡ്രോപ്പിംഗ്സും ഒക്കെ ഉണ്ട്. എല്ലാം സെറ്റാക്കി തരാന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നിട്ട് നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് സെറ്റാക്കാം. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇവിടെ കാർ ഡീറ്റെയിലിംഗ് സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ 2 ദിവസം എടുക്കും വണ്ടി കിട്ടാൻ. അപ്പോൾ നമുക്ക് വണ്ടി 2 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അങ്കിള് പറഞ്ഞത് നല്ല വൃത്തിയാക്കിയിട്ടേ തരുള്ളൂ. അപ്പോ നമുക്ക് ഇവിടെ ചുറ്റി കാണാനൊക്കെ നോക്കാം. പിന്നെ ഞങ്ങൾ ആ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചുറ്റി കാണാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഇവിടെ കുറെ നമ്മൾ വണ്ടികളെ വാഷ് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. ലൈക്ക് സ്പ്രേയർ, തുണി, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ അതാണ് നമ്മളുടെ കാറിന്റെ സെറാമിക് കോട്ടിങ്, വിൻഷീൽഡിനൊക്കെ ഫിലിം ഒട്ടിക്കൂലേ, അതൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പനി ക്രിസ്റ്റൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ നമുക്ക് 2 to 3 years വാറന്റി ആണ്. അപ്പോൾ നല്ല സാധനമാണ്. നമ്മൾ സെറാമിക് കോട്ടിംഗ് ചെയ്യാൻ തെരഞ്ഞെടുത്ത നമ്മുടെ കാർ ഡീറ്റെയിലിംഗ് സെന്റർ പേര് റൈഡ് ആൻഡ് ഷൈൻ.
ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വണ്ടി ആദ്യം അവര് ഫുള്ള് വാഷ് ചെയ്ത് പിന്നെ വാക്സ് ബഫ് ചെയ്ത് ഫുൾ ക്ലിയർ ആക്കിയിട്ട് അതിനുശേഷം അവർ സെറാമിക് കോട്ടിംഗ് അപ്ലൈ ചെയ്യും. USA പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണ്ടി സെലക്ട് ആക്കിയിരിക്കുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഏതാ പ്രോഡക്റ്റ് എന്ന്. പക്ഷെ ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം നമ്മൾ ഇത് ഫുൾ ഡീറ്റെയിൽസ് നമ്മളിത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വണ്ടീൻ്റെ അവസ്ഥ കണ്ടില്ലേ, പൊടിയും ചെളിയൊക്കെ പിടിച്ച് നല്ല പോലെ ഡസ്റ്റ് ഉണ്ട്, ചെറിയ ചെറിയ സ്ക്രാച്ചസ് മൈന്യൂട്ട്സ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. അപ്പോൾ അവർ ആദ്യം ഫുൾ വാഷിംഗ് ആണ്, പ്രഷർ വെച്ച് ഫുൾ വാഷ് ചെയ്തിട്ട് നല്ലപോലെ എന്താ പറയുക, നമ്മുടെ ഷാമ്പൂ, കാർ ഷാമ്പൂ ഒക്കെ ഇട്ട് ഫുൾ കറക്റ്റ് വാഷ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്രാച്ചസ് ഒക്കെ നല്ലോണം തെളിഞ്ഞ് കാണും. പിന്നെ ബേഡ് ഡ്രോപ്പിങ്സ് ഒക്കെ ഫുള്ള് തെളിഞ്ഞ് കാണും ആ വാഷിങ് കഴിയുമ്പോഴത്തേന്. ആ വാഷിങ് കഴിഞ്ഞ് ഇപ്പോൾ ഉണ്ട് ഫോമൊക്കെ ചെയ്ത് നല്ല ക്ലിയർ ഔട്ട് ചെയ്യും. അപ്പോൾ ഫുള്ള് ഇതെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് കാണും. അപ്പോൾ പഴയ വണ്ടിയല്ലല്ലോ, പുതിയ വണ്ടി തന്നെയാണ്. അപ്പോൾ നല്ലൊരു വാഷ് ചെയ്ത് കഴിയുമ്പോൾ എന്താവും, 1 year ഓൾഡേ ഉള്ളൂ വണ്ടി, പഴയ വണ്ടിയൊന്നും അല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം തെളിഞ്ഞ് കാണും. തെളിഞ്ഞ് കാണുമ്പോൾ നമുക്കത് ബഫ് ചെയ്ത് അത് കളഞ്ഞിട്ട് നല്ല സ്മൂത്ത്നെസ് ആക്കി എടുക്കാം. ഈസിയാണ്. അതിന് ആദ്യം വേണ്ടത് നല്ലൊരു ഫോം വാഷാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൈ ചെന്നെത്താത്ത സ്ഥലം, നമ്മൾ വിരലിൽ ചെന്നെത്താത്ത സ്ഥലം, അവിടെയൊക്കെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് നല്ല ക്ലീൻ ചെയ്ത് അത് നമ്മളൊരു പോയിന്റ് പോലും വിടുന്നില്ല. നമ്മൾ വീലിൻ്റെ റിമ്മ് മുതൽ ടയർ മുതൽ എല്ലാം അത്രയും നല്ലൊരു ഡീറ്റെയിലിംഗ് ആണ് അവർ ചെയ്ത് തരുന്നത്. നമ്മളിപ്പം എന്താ പറയുക, പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ, പക്ഷെ അവർ ചെയ്തു തരുന്ന വർക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത്രയും സൂപ്പറാണ്. റിമ്മിന്ന് തുടങ്ങി വണ്ടീൻ്റെ മുകളിൽ വരെ എല്ലാം ഫുൾ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അവരത് സെറാമിക് അപ്ലൈ ചെയ്യുള്ളൂ. ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്ലി ആണ്, അല്ലാതെ മുകളിൽ കൂടെ ഒരു ഫ്ലോ ആയിട്ടുള്ളൊരു പരിപാടിയല്ല. ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ കാർ ഡീറ്റെയിലിംഗ് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ്, ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും വിടാതെ കണ്ടോ. സീറ്റ് വരെ അവർ കറക്റ്റ്, കാരണം സീറ്റ് കവറൊക്കെ പുതിയതാണ് എങ്കിൽ കൂടി അവർ നമ്മുടെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ആക്കുന്ന ഒരു രീതിയാണത്. കാരണം അത് കറക്റ്റ് കണ്ടോ, നല്ല തിളക്കം, ആ ലെതറിൻ്റെ ആ ഒരു മങ്ങലൊക്കെ അങ്ങ് പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ബഫ് ചെയ്യും. വാക്സ് ഇട്ട് ബഫ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ആ സ്ക്രാച്ചസ് പിന്നെ ഇത് എല്ലാം അങ്ങ് പോകും. പിന്നെ ഇത് നമ്മുടെ ഇപ്പം ഗവൺമെൻറ് ഓതറൈസ്ഡ് ആക്കിയിട്ടുള്ള ഫിലിമാണ്, ഗാർവെയറിൻ്റെ ഫിലിമാണ്. ഇതിപ്പം ഓതറൈസ്ഡ് ആണ്. സൈഡിൽ 50% വിസിബിലിറ്റിയും, ഫ്രണ്ട് ഗ്ലാസ്സിനും റിയർ ഗ്ലാസ്സിന് 70% വിസിബിലിറ്റിയാണ് ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത്. അതേ സാധനമാണ്. നമ്മൾ ഇത് സ്റ്റിക്കറല്ല, ഇത് എന്താ പറയുക, ക്ലിയർ എന്നാണ് പറയുന്നത് അവർ. നമുക്ക് UV പ്രൊട്ടക്ഷനുള്ള ഓതറൈസ്ഡ് ഫിലിം തന്നെയാണ്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ വലിയൊരു വ്യത്യാസമൊന്നും, കറുത്തു പോകുന്ന വ്യത്യാസമൊന്നും ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷെ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് AC ഇട്ട് കഴിയുമ്പം ഇതിന് മുമ്പത്തെ ആ ഒരു എഫക്റ്റും ഇതിന് ശേഷമുള്ളൊരു എഫക്റ്റും നിങ്ങൾക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നല്ല ആ തണുപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 12 മണി 1 മണി ഉച്ചയ്ക്ക് നല്ല നട്ടുച്ച സമയത്ത് പോലും. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലാതെ ഇപ്പോൾ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലാക്കായി പോകുന്നില്ല, ഉള്ളിലെല്ലാം കാണാൻ എല്ലാം ഒട്ടിച്ചു എന്ന് തന്നെ പറയാൻ പോലും പറ്റില്ല. അത്രയും പെർഫെക്ഷനാണ് അവരുടെ വർക്ക്. ഇത് കണ്ടോ. അപ്പോൾ ബഫ് ചെയ്തെടുത്തിട്ട് ഫുള്ള് സ്ക്രാച്ചുകളും ബേഡ് ഡ്രോപ്പിങ്സും എല്ലാം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സെറാമിക് അപ്ലൈ ചെയ്യുന്നത്. അത്രയൊരു പെർഫെക്ഷൻ. അത് നമ്മൾ സെറാമിക് കോട്ടിങ് തുടങ്ങുകയാണ്. അപ്പം ബഫിങ് കഴിഞ്ഞാൽ പിന്നെ അവർ കോട്ടിങ് അപ്ലൈ ചെയ്യും. അപ്പോൾ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടേ അവർ ചെയ്യുള്ളൂ. കണ്ടോ, ഒരു ഈച്ച് ആൻഡ് എവറി കോർണർ ഓഫ് ദ വെഹിക്കിൾ കവറിങ്, അതാണ് അവരുടെ പെർഫെക്ഷൻ. ഇതിപ്പോൾ നിങ്ങൾ പോയാലും ഇതുപോലെ തന്നെ ആയിരിക്കും കിട്ടും. ഞാനായതുകൊണ്ട് മാത്രമൊന്നുമല്ല, അത്രയും നല്ല വർക്കാണ്. എനിക്കിഷ്ടപ്പെട്ടു. കറക്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞ് നിർത്തുന്നിടത്തുനിന്നല്ല അവർ തുടങ്ങുന്നത്. കണ്ടോ, കറക്റ്റ് നല്ല ബോണറ്റും ഈച്ച് ആൻഡ് എവറി കോർണർ ഓഫ് ദ വെഹിക്കിൾ ക്ലിയർ ഔട്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. വണ്ടി കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു പളുങ്ക് പാത്രം മാതിരി നല്ലൊരു തിളക്കമായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം. ഈ ബഫിങ് കഴിഞ്ഞിട്ട് ഇനി സെറാമിക് കോട്ടിങ് അപ്ലൈ ചെയ്യും. അപ്പോൾ സെറാമിക് കോട്ടിങ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നൊരു US പ്രൊഡക്റ്റാണ്. വേറെ വേറെ പ്രോഡക്റ്റിന് വേറെ വേറെ റേഞ്ചാണ്. നമ്മൾ 2 to 3 years
വാറണ്ടിയുള്ള സാധനമാണിത്. ഇത് നമ്മൾ USA പ്രോഡക്റ്റാണ്. 2 to 3 years ആണ് ഇതിൻ്റെ വാറണ്ടി. പിന്നെ എവറി ഇയർ അവർ ടോപ്പ് അപ്പ് ചെയ്യും, ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് ഫുള്ള് സെറ്റാക്കും, വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്യും. എവറി ഇയർ വി ഹാവ് ടു ഡു ദാറ്റ്. പിന്നെ 6 years പാക്ക് ഉണ്ട്, ലൈഫ് ടൈം പാക്ക് ഉണ്ട്. നിങ്ങളുടെ പോക്കറ്റിൻ്റെ ദമ്മനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ ദോസ്ത്. പക്ഷേ എൻ്റെ പോക്കറ്റിൻ്റെ അനുസരിച്ച് എനിക്ക് 2 to 3 years തന്നെ വലിയ ഹെവി ആയിരുന്നു. കാരണം ചിലവുണ്ട്. കാരണം ചിലവില്ലാതെ ഇപ്പം നമുക്കിത് ഇപ്പോൾ ഗേൾസൊക്കെ ബ്യൂട്ടി പാർലറിൽ പോകുന്ന പോലെ തന്നെയാണ് വണ്ടികൾ ഡീറ്റെയിലിംഗ് സെൻറ്ററിൽ പോകുന്നത്. ഏറ്റവും കൂടുതൽ ചിലവ് ഗേൾസിൻ്റെ ചിലവാകുന്നത് ബ്യൂട്ടി പാർലറിലാണെങ്കിൽ വണ്ടികൾക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് സർവീസിങ്ങിലോ ഒന്നുമല്ല, കാർ ഡീറ്റെയിലിംഗ് സെൻറ്ററിൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും, ഒരു സാറ്റിസ്ഫാക്ഷനാണെന്ന്. ഫുള്ള് എവിടെയും വിടുന്നില്ല, ഒരു പോയിന്റ് പോലും വിടില്ല. നമുക്ക് എവിടെയും ലൂസായിട്ടൊരു പോയിന്റ് ഉണ്ടാവില്ല. നല്ല സൂപ്പറായിട്ട് ചെയ്ത്. അപ്പോൾ ഗൈസ് നമ്മൾ താറിന് കൊടുത്തിട്ട് 3 days ആയി. അപ്പോൾ ആ അങ്കിളൊക്കെ പറയുന്നത് രാജസ്ഥാൻ മാർബിൾ പോലെ നല്ല പള നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. വാഷ് ചെയ്ത് സെറാമിക് കോട്ടിങ് ചെയ്ത് ബഫിങ് ഒക്കെ ചെയ്ത് നല്ല പളവളാന്ന് രാജസ്ഥാൻ മാർബിൾ പോലെ ആക്കിയിട്ടുണ്ട് എന്നാണ് അങ്കിൾ പറയുന്നത്. അപ്പോൾ അത് സത്യമാണോ നമുക്ക് നോക്കാൻ പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വണ്ടീൻ്റെ അടുത്തേക്കുള്ള ഈ യാത്ര ഭയങ്കര രാജകീയമായിട്ടുള്ളതാണ്. സോ ഗൈസ് നമ്മളിപ്പോൾ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാൻ മാർബിളിനെ പോലും ഇതിൻ്റെ മുന്നിൽ തോറ്റു. അമ്മാരി പളപള തിളക്കാണ് വണ്ടി. നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ എം വെരി ഇംപ്രസ്ഡ് ബിക്കോസ് ഓഫ് ദം. അപ്പോൾ ആസ് യു ക്യാൻ സീ വണ്ടി നല്ല തിളക്കാണ്. എൻ്റെ ഫേസ് വരെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വണ്ടീനെ ഒന്ന് കാണാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ നമ്മുടെ സൈഡ് ഡോർ, ബോണറ്റ് എങ്ങനെയാണ് തിളങ്ങുന്നത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഈ ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ടുള്ള അവർ ഒട്ടിച്ചിട്ട് തന്നെ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അങ്കിൾ ഒട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് വിശ്വാസം വന്നത്. അത്രയും നല്ല വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. നല്ല തിളക്കാണ് വണ്ടിയിലുള്ളത്. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ വിചാരിച്ചു ഒരു 1 year മുമ്പേ ചെയ്യായിരുന്നു. ഈ ബേർഡ് ഡ്രോപ്പിങ്സും സ്ക്രാച്ചും ഒക്കെ ആയി കഴിഞ്ഞിട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യാതെ അതിന് മുമ്പേ ചെയ്യായിരുന്നു എന്നൊരു ചിന്ത അപ്പോഴാണ് വന്നത്. നിങ്ങളും പറ്റുകയാണെങ്കിൽ സെറാമിക് കോട്ടിങ്ങോ ഗ്രാഫൈൻ കോട്ടിങ്ങോ ഏതെങ്കിലും ചെയ്ത് ഇട്ടേക്കുക വണ്ടിയിൽ. അല്ലെങ്കിൽ വണ്ടി ഭയങ്കരമായിട്ട് ഡള്ളായി ഒരു ബാഡ് ലുക്കിലേക്ക് പോകും. ഇത് എടുത്ത് കാണിക്കും, ഇങ്ങനെ ഒരു മിറർ പോകുന്ന പോലെ തോന്നും നിങ്ങൾക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ. വണ്ടി എന്തൊരു ഭംഗിയാണെന്നറിയാം കേട്ടോ. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലേ? ക്ലോസ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് കൊണ്ടാണ്. അത്രയും പെർഫെക്ഷനാണ്. റിഫ്ലക്റ്റ് ഇങ്ങനെ ചെയ്യും. നമുക്ക് എന്താ പറയുക, മുടി ചെയ്യാനോ നമ്മുടെ ഡ്രസ്സോ ഒക്കെ ആണോ നോക്കാൻ ഈ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ മിററിൻ്റെ ആവശ്യമില്ല, സൈഡിൽ നിന്നങ്ങ് നോക്കിയാൽ മതി. അത്രയും പെർഫെക്റ്റാണ് ആ സെറാമിക് കോട്ടിങ് അവർ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ബോണറ്റിലൊക്കെ കുറേ ബേർഡ് ഡ്രോപ്പിങ്സും പിന്നെ ആരൊക്കെയോ ആൾക്കാർ സ്ക്രാച്ചും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാറൊക്കെ പോയപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുത്തു. നമുക്കെന്താ പറയുക, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഇവരാണ് ഇതിൻ്റെ പിന്നെയുള്ള അണിയറ ശില്പികൾ, ഇതിൻ്റെ ഓണറും ഇതിൻ്റെ മാനേജർ. അപ്പോൾ ഗൈസ് നമ്മുടെ താറിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ചെയ്ത സെറാമിക് കോട്ടിങ്. അപ്പോൾ നമ്മുടെ കാർ ഡീറ്റെയിലിംഗ് സെൻറ്ററിൻ്റെ പേര് മറക്കണ്ട, റൈഡ് ആൻഡ് ഷൈൻ ഓട്ടോ കോട്ടിംഗ് എക്സ്പെർട്ട്. അപ്പോൾ നമ്മുടെ കാർ ഡീറ്റെയിലിംഗ് സെൻറ്ററിൻ്റെ പേര് മറക്കണ്ട, റൈഡ് ആൻഡ് ഷൈൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് ബെൽ ഐക്കോൺ, സബ്സ്ക്രൈബ്, നെക്കാൻ മറക്കരുത്. ബൈ.